മുസ്ലിം കുട്ടികളെയും മറ്റ് അതായത് SC ST ഈ ഇത്രയും ഇതിലുള്ള കാറ്റഗറിയിലുള്ള കുട്ടികളുടെ അടുത്താണ് റാം എന്ന് പറയുന്ന അധ്യാപകൻ ദേഷ്യം. മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു മറ്റുള്ള കാസ്റ്റുകാരുടെ അടുത്ത് എനിക്ക് വലിയ ഇത് പറഞ്ഞറിയില്ല. പക്ഷേ മുസ്ലിം കുട്ടികൾ നോമ്പൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഇത് പഠിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിലും ഒരു 5 ടൈം പോലും 5 മിനിറ്റ് പോലും പഠിപ്പിക്കൂല. ബാക്കി ഈ ഓരോ കുട്ടികളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ തളർത്തിയാണ് ആ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡോക്ടർ റാമിന്റെ പീഡനത്തെ കുറിച്ച് എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഒരു ടൈം പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ വണ്ടി കയറ്റി കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്കൊരു പേടിയായിരുന്നു. കാര്യം നീ എന്തേലും ചെയ്യോ. അപ്പോഴും ഞങ്ങൾ സേഫായിട്ടിരിക്കണം, ഒറ്റയ്ക്ക് പോകരുതെന്നൊക്കെ പുറത്ത് പോകുന്നെങ്കിലും ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും മാത്രമേ പോകാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് അത് വേറൊരു ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു കൊച്ചിനെ വേറൊരു 2 അതായത് എന്തോ കാര്യം പറഞ്ഞ് വെള്ളം കുടിപ്പിക്കുക, അതായത് നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എന്തോ വെള്ളം കൊടുക്കണതിൻ്റെ കാര്യം പറഞ്ഞ് റാം തന്നെ ഷൗട്ട് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നിതിനെ കണ്ടത്. നിതിൻ അവിടെ ഇരുന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. കാര്യം നിതിന് പേടിയുണ്ട്, ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാനും ഫേസ് ചെയ്യാനും പേടിയുള്ളതുകൊണ്ട് എന്നെ ഇത് എൻ്റെ അടുത്തൊന്നും ചോദിക്കരുതെന്നുള്ള രീതിക്ക് നോട്ട് ചെയ്യുകയാണ്. കാര്യം അവന് പേടി കാരണമാണ് അത് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെക്സ്റ്റ് നോക്കിയിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ അവൻ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോഴാണ് ഇയാൾ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പച്ചയ്ക്ക് തന്നെ അവിടെ ഇരുത്തിയിട്ട് കറുത്ത വർഗ്ഗക്കാരൻ, നിന്നെ കാണും തെരുവ് പട്ടി, തെരുവ് പട്ടിക്ക് ഇതിനേക്കാളും ഇതുണ്ടടാ, നിനക്ക് പുഴുത്ത പട്ടിക്ക് പോലുള്ളൊരു വില എനിക്ക് തരാൻ പറ്റൂല. പുഴുത്ത പട്ടി അവൻ പരമാവധി അവൻ കൺട്രോൾ ചെയ്ത് ആ ക്ലാസ്സിൽ കൺട്രോൾ ചെയ്ത് നിന്ന്. നിന്റെ പാരൻ്റ് എന്താടാ പാരൻസ് മീറ്റിങ്ങിന് വരാത്തത്? അപ്പോൾ സാർ അമ്മയ്ക്ക് ഇങ്ങനെയായിരുന്നു, അത് പ്രിൻസിപ്പളിന് അത് കംപ്ലൈൻ്റ് അല്ല ഇത് കൊടുത്തിട്ടുണ്ടെന്ന്, വരാൻ കഴിയാത്ത അമ്മയുടെ ഒരു ഓപ്പറേഷൻ മൂലം. അപ്പോഴും പ്രിൻസിപ്പൾ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നിതിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നുവരെയും കംപ്ലൈൻറ്റ് കിട്ടിയിട്ടേ ഇല്ലെന്ന്. പക്ഷേ അത് കംപ്ലൈൻ്റ് അല്ല, അച്ഛനിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് വരാൻ പറ്റൂല എന്നുള്ളത്. എന്നിട്ട് അതുപോലെ ഇവൻ്റെ ഇൻറ്റേർണൽ മാർക്ക് എക്സാമിൻ്റെ ആ ഒരു ഡെന്തൽ അനാട്ടമി എന്നുള്ള എക്സാം എന്തോന്ന് അവന് മാർക്കില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മാർക്ക് ഇടാനായിട്ടില്ല, അതുകൊണ്ട് മാർക്കൊന്നും ഇട്ടിട്ടില്ല. അത് ക്ലാസ്സിൽ വന്ന് കൊടുത്തു, അത് മാർക്കില്ല എന്നുള്ളത് അവൻ അത് കണ്ടു. പിന്നെ ആ പേപ്പറിനെ വീണ്ടും അയാൾ എടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. അയാൾ വേറൊരു കുട്ടിയെ കൊണ്ട് ക്ലാസ്സിൽ പോയി എടിപ്പിച്ച് ഓരോ കുട്ടികളിൽ നിന്ന് അടുത്തിരിക്കണം, ഓരോ കുട്ടികളിലും കൈമാറി കൊടുത്ത് ചിരിക്കുകയാണ്. ചിരിക്കാത്ത പിള്ളേരെ അടിക്കും, ചിരിപ്പിക്കും. കാര്യം ആ പിള്ളേർക്ക് പേടി, ചിരിച്ചില്ലെങ്കിൽ ഇൻറ്റേർണൽ മാർക്ക് കുറയ്ക്കുമെന്നുള്ളത് പേടിയാണ്. ആ പേപ്പർ ഓരോ കുട്ടികൾ അതെല്ലാം സഹിച്ച് നിന്നതിന് ശേഷമാണ് അമ്മയെ പറഞ്ഞപ്പോഴാണ് അവൻ ഷൗട്ട് ചെയ്തത്. ഇയാളെന്ന് എന്നെ വിളിച്ച്, ഇയാൾ കുറേ സമയം കൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയല്ലേ എന്നുള്ള രീതിക്ക്. ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? അമ്മയ്ക്ക് നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ പാരൻറ്റിനെ വിളിച്ചിട്ട് നീ പറ, നിൻ്റെ 3 ഇൻറ്റേർണൽ മാർക്സ് ഞാൻ അങ്ങ് കുറച്ചെന്ന് പറഞ്ഞ് അത് സർപ്രൈസായിട്ട് വിളിച്ച് പറയണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മറ്റു കുട്ടികൾക്കും ഈ ഡോക്ടർ റാമിനെ കുറിച്ച് അഭിപ്രായമാണ്. അതെ.